ഹരി ഓം. ശ്രീമദ് ഭഗവത്ഗീത 15-ാം അധ്യായം പുരുഷോത്തമയോഗം. സംസാര വൃക്ഷത്തിൻ്റെ രൂപത്തെ വിശദമാക്കിയതിന് ശേഷം അടുത്ത 2 ശ്ലോകങ്ങളിലായി അതിനെ എങ്ങനെ മുറിച്ചു വീഴ്ത്താമെന്നും പരമപദം എങ്ങനെ പ്രാപിക്കാമെന്നും പറയുന്നു. 3ഉം 4ഉം ശ്ലോകങ്ങൾ ഒരുമിച്ച്. നരൂപമസ്യേഹ തഥോപലഭ്യതേ നാന്തോ ന ജാതിർന ച സംപ്രതിഷ്ഠാ അശ്വത്ഥമേനം സുവിരൂഢമൂലം അസംഗശസ്ത്രേണ ദൃഢേന ഛിദ്വാ തദപദം തത്പരിമാർഗിതവ്യം യസ്മിൻ ഗതാ ന നിവർത്തന്തി ഭൂയഃ തമേവ ചാദ്യം പുരുഷം പ്രപദ്യേ യദ പ്രവൃത്തി പ്രസൃതാ പുരാണി. ഇഹ ഇതിൽ, അതായത് സംസാരത്തിൽ ഇരിക്കുമ്പോൾ, അസ്യ രൂപം ഇതിൻ്റെ, അതായത് സംസാര വൃക്ഷത്തിൻ്റെ സ്വരൂപം ന ഉപലഭ്യതേ അറിയപ്പെടുന്നില്ല. തഥാ അപ്രകാരം ആദിഹി ന അന്തഃ ന സംപ്രതിഷ്ഠാന ആദിയും, അതായത് ഉൽപ്പത്തിയും നാശവും സ്ഥിതിയും അറിയപ്പെടുന്നില്ല. സുവിരൂഢമൂലം വേര് നന്നായി ഉറച്ചതായ ഏനം അശ്വത്ഥം ഈ സംസാരമാകുന്ന അശ്വത്ഥവൃക്ഷത്തെ ദൃഢേന ബലപ്പെടുത്തിയ അസംഗശസ്ത്രേണ വൈരാഗ്യമാകുന്ന ആയുധം കൊണ്ട് ഛിദ്വാ മുറിച്ചിട്ട് തതഃ അതിനുശേഷം യഥ യാതൊന്നിൽ നിന്ന് പുരാണി പണ്ടേ ഉള്ളതായ പ്രവൃത്തി എന്നാൽ സംസാര പ്രവൃത്തി പ്രസൃത പ്രസരിച്ചുവോ തം ആദ്യം ആ ആദ്യനായ പുരുഷം ഏവം പുരുഷനെ തന്നെ പ്രപദ്യേ ഞാൻ ശരണം പ്രാപിക്കുന്നു. ഇതി എന്ന് യസ്മിൻ യാതൊന്നിൽ ഗതാഹ എത്തിയവർ ഭൂയഃ നിവർത്തന്തി വീണ്ടും തിരിച്ചു വരുന്നില്ലയോ തത് പദം പരിമാർഗിതവ്യം ആ പദം അല്ലെങ്കിൽ ആ സ്ഥാനം അന്വേഷിക്കപ്പെടേണ്ടതാണ്. ഈ സംസാരവൃക്ഷത്തിൻ്റെ സ്വരൂപമോ ആരംഭമോ അവസാനമോ സ്ഥിതിയോ ഒന്നും തന്നെ നമുക്കറിയാൻ വയ്യ. ഉറച്ച രാഗദ്വേഷാദികളെ കൊണ്ട് കർമ്മം ചെയ്ത് ജനിച്ച് മരിച്ചുകൊണ്ടിരിക്കുന്ന ഈ സംസാരമാകുന്ന വൃക്ഷത്തെ അസംഗവും ദൃഢവുമായ വാളുകൊണ്ട് വെട്ടിമുറിച്ച് എവിടെയെത്തിയാൽ പിന്നെ പുനരാവൃത്തിയില്ലയോ ആ പരമപദത്തെ തേടേണ്ടതാണ്. അതിൽ നിന്നാണ് ഈ സംസാരം പണ്ടേ തുടർന്നുകൊണ്ടിരിക്കുന്നത്. പരമകാരണവും പരമപദവുമായ ആ പരമാത്മാവിനെ തന്നെ ഇതാ ഞാൻ ശരണം പ്രാപിക്കുന്നു. ന രൂപമസ്യേഹ തഥോപലഭ്യതേ സംസാരവൃക്ഷത്തിൻ്റെ രൂപം മേൽപ്പറഞ്ഞ വിധത്തിൽ കാണില്ല. ലോകം മുഴുവനും അന്വേഷിച്ച് നടന്നാലും തലകീഴായി നിൽക്കുന്ന ഒരു അരയാൽ വൃക്ഷത്തെ നമുക്ക് കണ്ടുകിട്ടില്ല. അതൊരു സ്ഥൂല വസ്തുവുമല്ല, മറിച്ച് ഈ സമഷ്ടി ജീവിതത്തിൻ്റെ പ്രതീകമാണ്. ജനനമരണ പ്രവാഹമാണ് ഈ സംസാരം. അത് ഉണ്ടെന്നറിയാൻ ഒരു പ്രമാണവുമില്ല. എന്നാൽ എല്ലാ ജീവികളും അത് അനുഭവിക്കുന്നുമുണ്ട്. അവയെയെല്ലാം അത് ക്ലേശിപ്പിക്കുന്നുമുണ്ട്. ആത്മചൈതന്യം നമ്മിലൂടെ വിവിധ രൂപങ്ങളിൽ പ്രകടമാവുന്നുണ്ട്. ഇന്ദ്രിയങ്ങളിലൂടെ വിഷയങ്ങളായി, അതായത് ശബ്ദ സ്പർശ രൂപ രസഗന്ധാദികളായി കാണുന്നു. മനസ്സിലൂടെ അത് വികാരങ്ങളായി വരുന്നു. ബുദ്ധിയിലൂടെ വിചാരങ്ങളായും കാരണശരീരത്തിലൂടെ അവിദ്യയായും അത് പ്രകടമാവുന്നു. സംസാരത്തിൽ ബദ്ധനായിരിക്കുന്നവന് അതിൻ്റെ ഉത്ഭവം, സ്ഥിതി, നാശം ഇവയൊന്നും അറിയാൻ കഴിവില്ല. ഉറച്ച വേരുകളോടെ എളുപ്പമെങ്ങും നശിപ്പിക്കാൻ വയ്യാത്ത വിധം നിൽക്കുന്ന ഈ വൃക്ഷത്തെ മുറിച്ച് തള്ളിയാലേ മോക്ഷമാർഗത്തിൽ എത്താൻ സാധിക്കുകയുള്ളൂ. ഈശ്വരാശ്രയ ബുദ്ധിയോടെ ഈ സംസാരത്തെ നശിപ്പിക്കണം. അങ്ങനെ ആ വൃക്ഷത്തെ മുറിച്ച് തള്ളാൻ പറ്റിയ ആയുധമാണ് ദൃഢമായ വിഷയവൈരാഗ്യം. ഈ ലോകമോഹങ്ങളിൽ നിന്നും ആഗ്രഹങ്ങളിൽ നിന്നും പിന്തിരിയുക, പരമാത്മാവിനെ അഭിമുഖീകരിക്കുക. വിവേകമാകുന്ന ഉരകല്ലിൽ വീണ്ടും വീണ്ടും ഉരച്ച് മൂർച്ച കൂട്ടിയ സംഗമില്ലായ്മ എന്ന ആയുധം കൊണ്ടേ സംസാരത്തെ സമൂലം പിഴുതെടുക്കാൻ സാധിക്കൂ. അതിനുശേഷം എവിടെ എത്തിയാൽ പിന്നീടൊരു തിരിച്ചുവരവില്ലയോ ആ സ്ഥാനത്തെയാണ് നമ്മൾ അന്വേഷിക്കേണ്ടത്. ഏത് ആദിപുരുഷനിൽ നിന്നാണോ സംസാരത്തിൻ്റെ ചിരന്തനമായ ഈ പ്രവാഹം പൊട്ടിപ്പുറപ്പെട്ടുകൊണ്ടിരിക്കുന്നത്,
ആ ആദിപുരുഷനെ തന്നെ ഞാൻ ആശ്രയിക്കുന്നു എന്ന രീതിയിലാവണം അന്വേഷണം. ഈ 2 ശ്ലോകങ്ങളിൽ നിന്നും മനസ്സിലാക്കേണ്ടത് എന്തെന്നാൽ, ആധ്യാത്മിക സാധകന്മാർ ബാഹ്യവിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിച്ച് അന്തർമുഖമാക്കുക. അങ്ങനെ ബുദ്ധിയെ ബോധപൂർവം ഭക്തിയോടെ അന്തരാത്മാവിലേക്ക് തിരിയുക. ശരീരം, മനസ്സ്, ബുദ്ധി എന്നിവയ്ക്കെല്ലാം പ്രവർത്തന ശക്തി ലഭിക്കുന്നത് ആദിപുരുഷൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന ആ പരമ്പൊരുളിൽ നിന്നാണ്. ഇന്ദ്രജാലക്കാരനിൽ നിന്നും ജാലവിദ്യ എന്ന പോലെ ഏതൊരു പുരുഷനിൽ നിന്നാണോ ഒരിക്കലും നിലയ്ക്കാത്ത സംസാരത്തിൻ്റെ ആവിഷ്കരണങ്ങൾ ഉണ്ടാകുന്നത്, ആ പുരുഷനാണ് സർവ്വതിനും ആധാരമായി വിളങ്ങുന്നത്. കരണങ്ങളുടെ പ്രവർത്തനങ്ങളെ നിയന്ത്രിച്ച് അതിന് ആലംബമായി നിൽക്കുന്ന ആ പരമ്പൊരുളിനെ മാത്രം ആശ്രയിക്കുക. ജീവിതത്തിൻ്റെ മുഖ്യമായ അന്വേഷണ വിഷയം മോക്ഷപദം അഥവാ ആത്മസാക്ഷാത്കാരമാണ്. ഇനി അതിന് അർഹതയുള്ളവർ ആരാണെന്ന് അടുത്തതായി ഭഗവാൻ ഉപദേശിക്കുന്നു 5-ാമത്തെ ശ്ലോകത്തിൽ. നിർമ്മാനമോഹാജിത സംഗദോഷ അധ്യാത്മനിത്യാ വിനിവൃത്തകാമാ ദ്വന്ദ്വൈർവിമുക്താ സുഖദുഃഖസജ്ഞൈ ഗച്ഛന്ത്യമൂഢാ പദമവ്യയം തത്. അതിൻ്റെ വ്യാഖ്യാനം: നിർമാനമോഹ, മാനമോഹങ്ങൾ ഒഴിഞ്ഞവരും, ജിതസംഗദോഷ, വിഷയാസക്തി ദോഷത്തെ ജയിച്ചവരും, അധ്യാത്മനിത്യാഹ, അധ്യാത്മവിഷയത്തിൽ നിഷ്ഠയുള്ളവരും, വിനിവൃത്തകാമാഹ, കാമത്തിൽ നിന്നും നിവർത്തിച്ചവരും, സുഖദുഃഖ സംജ്ഞൈ, സുഖം ദുഃഖം എന്നു പേരുള്ള ദ്വന്ദ്വൈ, ദ്വന്ദ്ഭാവങ്ങളോട് അല്ലെങ്കിൽ ഭിന്ന അവസ്ഥകളോട്, വിമുക്താഹാച, വേർപെട്ടവരുമായ, അമൂഢ, ജ്ഞാനികൾ, തത് അവ്യയം, ആ നാശരഹിതമായ അതായത് ബ്രഹ്മത്തെ, പദം ഗച്ഛന്തി, പദത്തെ പ്രാപിക്കുന്നു. മാനവും മോഹവും ഇല്ലാത്തവരും, സംഘദോഷത്തെ ജയിച്ചവരും, ആത്മലാഭത്തിനുള്ള ഉപായങ്ങളെ മാത്രം എന്നും അനുഷ്ഠിച്ചു വരുന്നവരും, വിഷയാഭിലാഷം തീരെ നശിച്ചവരും, സുഖം ദുഃഖം എന്നു പേരുള്ള ഭിന്ന അവസ്ഥകളോട് വേർപെട്ടവരുമായ വിവേകികൾ നാശമില്ലാത്ത ആ പദത്തെ പ്രാപിക്കുന്നു. ഇനി അതിലെ ഓരോ വിശേഷണങ്ങളായി നമുക്ക് നോക്കാം. നിർമാനമോഹ, ഞാൻ എല്ലാവർക്കും പൂജ്യനാണ് എന്ന ഭാവമാണ് മാനം. തനിക്ക് ഇല്ലാത്ത ഗുണങ്ങളൊക്കെ ഉണ്ടെന്ന് നടിക്കൽ. അത് ഒരുവനെ ഈശ്വരനിൽ നിന്നും അകറ്റുന്നു. തനിക്ക് ചുറ്റുമുള്ള ആളുകളെക്കുറിച്ചും വസ്തുക്കളെക്കുറിച്ചും സംഭവങ്ങളെക്കുറിച്ചും എല്ലാമുള്ള തെറ്റിദ്ധാരണയാണ് മോഹം. അങ്ങനെയുള്ള ഒരാൾ സ്വന്തം സങ്കല്പലോകത്തിൽ മാത്രമായിരിക്കും ജീവിക്കുക. അടുത്തത് ജിതസംഗദോഷാഹ, സംഘദോഷത്തെ ജയിച്ചവൻ. ചിലരിൽ സ്നേഹവും മറ്റു ചിലരിൽ ദ്വേഷവും തോന്നുന്നതാണ് സംഘദോഷം. നശ്വര വിഷയങ്ങളിൽ നിന്നും ലഭിക്കുന്ന സുഖദുഃഖങ്ങളിൽ കിടന്നു ചുറ്റിത്തിരിയുന്ന അവർക്ക് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ആഴമറിയാൻ കഴിയാതെ പോകുന്നു. നമ്മുടെ മനസ്സിന് എന്തെങ്കിലും ഒന്നിനെ ആശ്രയിക്കാതെ നിലനിൽപ്പില്ല. ബാഹ്യവിഷയങ്ങളിൽ നിന്നും മനസ്സിനെ പിന്തിരിപ്പിക്കണമെങ്കിൽ അതിനെ ആത്മതത്വത്തിൽ ഉറപ്പിച്ചു നിർത്തണം. കാമനകളിൽ നിന്നും പിന്തിരിയുന്നതാണ് വിനിവൃത്തകാമ എന്ന് പറയുന്നത്. നശ്വരമായ വിഷയങ്ങളിൽ നിന്നും അപ്പപ്പോൾ കിട്ടുന്ന തുച്ഛസുഖങ്ങളെ വർജിക്കാൻ പഠിക്കണം. അതിലൊക്കെ മേന്മ കാണാത്ത വിധം ബുദ്ധിയെ സംസ്കരിച്ചെടുക്കണം. ആഗ്രഹങ്ങൾ നിലയ്ക്കുമ്പോൾ മനസ്സ് ശാന്തമാകും. സുഖം ദുഃഖം എന്നീ ദ്വന്ദ്വങ്ങളിൽ നിന്നും വിമുക്തമാകണം. അതാണ് ഇവിടെ ദ്വന്ദ്വൈർ വിമുക്ത സുഖദുഃഖ സംജ്ഞൈ എന്ന് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഒരു അനുഭവം ഉണ്ടാകുമ്പോൾ അത് സുഖകരമാണോ അതോ ദുഃഖകരമാണോ എന്ന് മനസ്സ് വിലയിരുത്തും. സ്വാഭാവികമായും സുഖത്തോടൊട്ടിച്ചേരാനും ദുഃഖത്തിൽ നിന്നും വിട്ടുനിൽക്കാനും മനസ്സ് ശ്രമിക്കുകയും ചെയ്യും. ഇതിലെ വിരോധാഭാസം എന്തെന്നാൽ, ഇന്നലെ സുഖകരമാണെന്ന് നമുക്ക് തോന്നിയത് ഇന്ന് ദുഃഖമായിട്ട് വരും. മനസ്സിൻ്റെ ഇഷ്ടാനിഷ്ടങ്ങളും മാറിക്കൊണ്ടിരിക്കും. സുഖദുഃഖങ്ങളുടെ പിറകെയുള്ള ചഞ്ചലമായ മനസ്സിൻ്റെ ഓട്ടം അതുകൊണ്ട് തന്നെ ഒരു വൃഥാ വ്യായാമമാണ്. ഇതെല്ലാം അറിഞ്ഞ് ആത്മതത്വത്തിൽ മനസ്സുറപ്പിക്കുന്ന വിവേകികൾ അവ്യയമായ നാശരഹിതമായ ആ പരമപദത്തെ പ്രാപിക്കുന്നു. ഇനി ആ പരമപദത്തെ വർണ്ണിക്കുന്ന ശ്ലോകമാണ് അടുത്തത്
ആറാമത്തെ ശ്ലോകം. ന തദ്ഭാസയതേ സൂര്യോ ന ശശാങ്കോ ന പാവക യദ്ഗത്വാ ന നിവർത്തന്തേ തദ്ധാമ പരമം മമ. തത് അതിനെ, ആ മോക്ഷപദത്തെ, സൂര്യൻ ന ഭാസയതേ പ്രകാശിപ്പിക്കുന്നില്ല, ശശാങ്കഃ ന ചന്ദ്രനും പ്രകാശിപ്പിക്കുന്നില്ല, പാവകഃ ന അഗ്നിയും പ്രകാശിപ്പിക്കുന്നില്ല, യത് യാതൊന്നിനെ, ഗത്വാ പ്രാപിച്ചിട്ട്, ന നിവർത്തന്തേ തിരിച്ചു വരുന്നില്ലയോ, തത് അതാണ്, മമ പരമം ധാമ എൻ്റെ പരമാത്മാവിൻ്റെ ഉത്തമമായ സ്ഥാനം. അതിനെ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ പ്രകാശിപ്പിക്കുന്നില്ല. ഏതിനെ പ്രാപിച്ചാൽ പിന്നീട് ഒരു തിരിച്ചുവരവില്ലയോ, അതത്രേ എൻ്റെ പരമപദം. പുനരാവൃത്തിയില്ലാത്ത പരമപദമാണ് ആധ്യാത്മിക ജീവിതത്തിൻ്റെ ലക്ഷ്യം. ആ പരമപദം എന്തെന്ന് നിർവചിക്കാനാവില്ലെങ്കിലും അതിനെ വിവരിക്കാൻ ശ്രമിക്കുകയാണ് ഇവിടെ. കണ്ണുകൊണ്ട് ഒരു വസ്തുവിനെ കാണണമെങ്കിൽ അവിടെ വെളിച്ചം വേണം. അതുപോലെ തന്നെ ചെവി ശബ്ദത്തെ തിരിച്ചറിയുന്നു, ത്വക്ക് സ്പർശത്തെയും നാവരസത്തെയും മൂക്ക് ഗന്ധത്തെയും അറിയുന്നു. മനസ്സിലെ വികാരങ്ങളെയും ബുദ്ധിയുടെ വിചാരങ്ങളെയും അതുപോലെ തന്നെ നാം അറിയുന്നുണ്ട്. ഇതെല്ലാം നാം അറിയുന്നത് നമ്മിലെ ആത്മചൈതന്യത്തിൻ്റെ പ്രകാശം കൊണ്ടാണ്. ആ ആത്മജ്യോതിസിനെ പ്രകാശിപ്പിക്കാൻ ഭൗതിക തലത്തിലെ പ്രകാശകേന്ദ്രങ്ങളായ സൂര്യനോ ചന്ദ്രനോ അഗ്നിയോ ഒന്നും തന്നെ ശക്തങ്ങളല്ല. കാരണം അവയെല്ലാം നമ്മുടെ ബോധത്തിന് വിഷയങ്ങളാണ്. അവയുടെ പ്രകാശത്തെയും നമ്മൾ അറിയുന്നുണ്ട്. ആ അറിവും നമുക്ക് നൽകുന്നത് ആത്മചൈതന്യത്തിൻ്റെ പ്രകാശമാണ്. ദേഹാദികളിലുള്ള അഭിമാനം വിട്ട് തൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ അറിയുന്നവൻ ആ പരമപദത്തിന് അർഹനാണ്. അവന് പിന്നീട് അതിൽ നിന്നൊരു മടക്കയാത്രയില്ല. ഹരി ഓം തത്സത്.